നിങ്ങളൊരു ലക്ഷ്യം വെച്ച് പോവാണ് അല്ലേ? പക്ഷേ ആ ലക്ഷ്യത്തിൻ്റെ ഭാഷ അത് നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയാണോ? ഇപ്പോൾ എനിക്ക് വലിയ മനുഷ്യനാകണം, ബിസിനസ് വളർത്തണം, വളരണം, ഹെൽത്ത് ശരിയാക്കണം, കൂടുതൽ പണം ഉണ്ടാക്കണം, ജീവിതം മാറ്റണം, ഇവ കേൾക്കുമ്പോൾ നല്ല സുഖം കിട്ടും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രാവിലെ എഴുന്നേറ്റ കൃത്യമായി എന്ത് ചെയ്യണം എന്നതിൽ പറഞ്ഞില്ല. ഇവിടെയാണ് പുരാതന ഇന്ത്യൻ പരിശീലന പാരമ്പര്യത്തിലെ വളരെ കൗതുകകരമായിട്ടുള്ളൊരു ആശയം വരുന്നത്. സങ്കല്പ ഈ പദത്തിന് ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ വ്യത്യസ്തവും കൂടുതൽ ആഴമുള്ള അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മളൊരു പീക്ക് പെർഫോമൻസിൻ്റെ കണ്ണിലൂടെ ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ശക്തമായിട്ടുള്ള ടെക്നിക്കുണ്ട്. മനസ്സിൽ ചിതറിക്കിടക്കുന്ന ആഗ്രഹത്തെ വ്യക്തമായ ഒരു ദിശയിലേക്ക് കൊണ്ടുവരിക. അതായത് ഒരാഗ്രഹമല്ല, ഒരു ഫാൻറ്റസി, ഒരു മനോരാജ്യമല്ല, വെറും അഫിർമേഷൻ, അതുമല്ല, ഡിറക്ഷൻ. ഇത് മനസ്സിലാക്കാൻ ഇപ്പോൾ നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്യാം. അടുത്ത 5 സെക്കൻഡിൽ നിങ്ങളൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കുക. ഒരു വാഹനം, എന്തെങ്കിലും ഒരു വാഹനം, ഏതെങ്കിലും വാഹനം ചിന്തിച്ചോ? കാർ ആയിരിക്കാം ഒരു പക്ഷേ ചിന്തിച്ചത്, അല്ലെങ്കിൽ ബൈക്കായിരിക്കാം, ബസ്സായിരിക്കാം. ഇനി വേറൊരു കാര്യം ചിന്തിക്കാൻ പറയണം. ഒരു കറുത്ത SUV ഒരു മഴയുള്ള റോഡിലൂടെ വരുന്നതെന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ മെൻ്റൽ റെപ്രസെൻറ്റേഷന് കൂടുതൽ സ്പെസിഫിക് ആയില്ലേ? ഇതാണ് ക്ലാരിറ്റിയുടെ, വ്യക്തതയുടെ ശക്തി മനസ്സിലാക്കാനുള്ള ചെറിയ ഉദാഹരണം. പക്ഷേ ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഒഴിവാക്കണം. ലക്ഷ്യം വ്യക്തമായി സങ്കല്പിച്ചത് കൊണ്ട് മാത്രം അത് സംഭവിക്കില്ല. 1 കോടി രൂപ വിഷ്വലൈസ് ചെയ്താൽ ബാങ്ക് അക്കൗണ്ടിൽ 1 കോടി പ്രത്യക്ഷപ്പെടില്ല. ഏൻഷ്യൻ്റ് വിസ്റ്റത്തിനെ ഒരു മാജിക്കൽ ഫോർമുല ആക്കിയാൽ അതിൻ്റെ യഥാർത്ഥ പ്രായോഗിക ശക്തി നഷ്ടപ്പെടും. സങ്കല്പയുടെ ശക്തി യൂണിവേഴ്സിന് ഓർഡർ കൊടുക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഡയറക്ഷൻ നൽകുക. നമുക്കൊരു ബിസിനസ്മാനെ നോക്കിയാൽ അയാളുടെ സങ്കല്പ ഈ വർഷത്തിൽ എൻ്റെ ബിസിനസ് വളർത്തണം. പക്ഷേ അതൊരു വൈകിയല്ല, കൃത്യത്തിലല്ലോ. ഇതിന് പകരമായിട്ട് അടുത്ത 6 മാസത്തിനുള്ളിൽ റിക്കറിങ് റവന്യൂ 25% വർദ്ധിപ്പിക്കാൻ ഓരോ വർക്കിംഗ് ഡേയിലും ഞാൻ തുടർച്ചയായിട്ട് കിട്ടുന്ന വരുമാനം 25% വർദ്ധിപ്പിക്കാൻ ഓരോ വർക്കിംഗ് ഡേയിലും 3 ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സിനെ ഞാൻ സമീപിക്കും. ഇപ്പം കൃത്യത ഒന്നുമില്ല. ഇപ്പം എന്താ സംഭവിച്ചത്? ഔട്ട്കം ഉണ്ട്, ടൈം ഫ്രെയിം ഉണ്ട്, അല്ലേ? അതിനെന്ത് സ്വഭാവമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ട്, അതിന് നമ്മുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത് എന്നുണ്ട്. ഇവിടെ മോഡേൺ സൈക്കോളജിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം ഗോൾ സ്പെസിഫിസിറ്റി. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേടാൻ ശ്രമിക്കുന്ന കാര്യത്തിനെ കൂടുതൽ വ്യക്തമായിട്ട് നമ്മൾ നിർവചിക്കണം. ഇവിടെ ഗോൾ സ്പെസിഫിക് ആക്കിയാൽ മാത്രം മതിയോ? അത് മാത്രം പോരാ. കാരണം മനുഷ്യർക്ക് പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാം, പക്ഷേ ആ സമയം വരുമ്പോൾ അത് ചെയ്യില്ല. ഇവിടെയാണ് അതിശക്തമായിട്ടുള്ളൊരു മറ്റു ടെക്നിക്ക് വരുന്നത്, ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. പേര് ടെക്നിക്കലാണ്, ആശയം അതിശക്ത. ഇഫ് എക്സ് ഹാപ്പൻസ് ഐ വിൽ ഡു വൈ. അഥവാ ഒരു സാഹചര്യം മുൻകൂട്ടി ഒരു പ്രവൃത്തിയുമായിട്ട് ബന്ധിപ്പിക്കുക. ഉദാഹരണത്തിൽ ഞാൻ എക്സസൈസ് ചെയ്യുമെന്ന് പറയുന്നതിന് പകരമായിട്ട്, ഓക്കെ, റിമെമ്പർ ദിസ് സോ പവർഫുൾ, രാവിലെ കോഫി കഴിഞ്ഞാൽ ഞാൻ ഷൂസ് ധരിച്ച് 10 മിനിറ്റ് നടക്കുന്നു. റൈറ്റ്. ഇപ്പോൾ അതുപോലെ നമ്മൾ കൂടുതൽ ക്ലയൻസിനെ വിളിക്കും എന്ന് ചിന്തിച്ചാൽ പോരാ. എന്നതിന് പകരമായിട്ട് ഓഫീസിലിരുന്ന് ലാപ്ടോപ്പ് തുറന്ന ഉടനെ ആദ്യത്തെ 20 മിനിറ്റിൽ ഞാൻ 3 പ്രോസ്പെക്ട്സിനെ കോൺടാക്ട് ചെയ്യും. ഇതാണ് ടെക്നിക്ക്. ഇപ്പോൾ തീരുമാനം ഓരോ ദിവസവും പുതുതായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നമ്മൾ കണക്ട് ചെയ്തു ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ തന്നെ ആക്ഷൻ്റെ ഒരു ക്യൂ ആയിട്ട് മാറും. ഇനി ഈ സങ്കല്പം മറ്റൊരു കൂടുതൽ ശക്തമാക്കുന്ന മറ്റൊരു മോഡേൺ ടെക്നിക്കുണ്ട്, മെൻ്റൽ കോൺട്രാസ്റ്റിംഗ്. ഇത് വളരെ പ്രധാനമാണ്. പോസിറ്റീവ് വിഷ്വലൈസേഷൻ മാത്രം ചെയ്യുന്നതിന് പകരമായിട്ട് ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫ്യൂച്ചർ കാണുക, പിന്നെ അതിലേക്കുള്ള വഴിയിൽ നിങ്ങളുടെ യഥാർത്ഥ തടസ്സം എന്താണെന്ന് കാണാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ലക്ഷ്യം ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് ഡെവലപ്പാക്കണം. അതിൽ നമ്മൾ വലിയൊരു ഓഫീസിൽ നമ്മൾ ഇതങ്ങനെ വർക്ക് ചെയ്യുന്നതിന് അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യല്ല, അത് മാത്രം പോരാ. എന്ന് ഒരു കാര്യം ചോദിക്കണം, എന്നെ ഇപ്പോൾ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നേടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ എന്നെ തടയുന്ന പ്രധാന തടസ്സം എന്താ? ഞാൻ സെയിൽസ് കൂടുതൽ ചെയ്യാൻ തയ്യാറാകാത്തതാണോ? സെയിൽസ് അവോയ്ഡൻസ് ആണോ? നമ്മുടെ ടീം ശരിയല്ലേ? അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടല്ലേ ഞാൻ പ്രവർത്തിക്കുന്നത്? അല്ലെങ്കിൽ പൈസ ഇല്ലേ? അല്ലെങ്കിൽ ഞാൻ പ്രശസ്തനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രസൻറ്റേഷൻസൊക്കെ നടത്തേണ്ടി വരും, അപ്പോൾ അതിന് പേടി. അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു ജന്മ സ്വഭാവം. ഇവിടെയാണ് നമ്മൾ ഈ ഫാൻറ്റസി, ഈ ചിന്തിച്ചിട്ടുള്ള ഒരു ഫാൻറ്റസീനെ ഒരു സ്ട്രാറ്റജി ആക്കിയിട്ട് മാറ്റേണ്ടത്. ഫ്യൂച്ചർ നമ്മളിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താ എക്സൈറ്റ്മെൻറ്റ് കിട്ടും, മനപ്പായസം ഉണ്ടാകും. അതിൻ്റെ തടസ്സം കൂടി കണ്ടാലോ അപ്പോഴാണ് നമ്മൾ പ്ലാനിങ് നമുക്ക് തുടങ്ങാൻ പറ്റുക. ഇനി ഇത് 3ഉം കൂടി ഒരുമിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് സങ്കല്പം എന്ന് പറഞ്ഞ ദിശ, മെൻ്റൽ കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞ തടസ്സം, ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ പ്രവർത്തന ട്രിഗർ, അതായത് ഇംപ്ലിമെൻറ്റേഷൻ ഇൻറ്റൻഷൻ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, അടുത്ത 90 ദിവസത്തിൽ എൻ്റെ ഫിറ്റ്നസ് ഞാൻ മെച്ചപ്പെടുത്തണം എന്നുള്ള ദിശയായി. ഇതിൽ എൻ്റെ പ്രധാനപ്പെട്ട ഓബ്സ്റ്റക്കിൾ രാവിലെ എക്സസൈസ് ചെയ്യാനുള്ളൊരു മൂഡ് കിട്ടുന്നില്ല. ഇതാണ് പ്രധാന തടസ്സം. മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഒരു
നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇത് കണക്ട് ചെയ്യണം. അത് രാവിലെ ബ്രഷ് നമ്മൾ ചെയ്യുമല്ലോ, ബ്രഷ് ചെയ്ത ഉടനെ ഷൂ ധരിച്ച് 5 മിനിറ്റ് നടക്കും. ഇപ്പോൾ നമ്മൾ ട്രിഗർ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഇനി അടുത്തെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അത് നമ്മളൊരു സ്വപ്നമായിട്ട് ഇതുവരെ അത് പതുക്കെ നമ്മുടെ സ്വഭാവമായി മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് സങ്കല്പത്തെ പീക്ക് പെർഫോമൻസ് ടൂളായിട്ട് കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം. ഇതിൽ വലിയൊരു രഹസ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടാവും, പക്ഷേ എല്ലാ ലക്ഷ്യങ്ങൾക്കും ഒരേ ശക്തി ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചു, അത് സ്വന്തം ആഗ്രഹത്തിൽ നിന്ന് വരാം, അല്ലെങ്കിൽ മറ്റൊരാൾ കമ്പയർ ചെയ്തിട്ട് അയാൾ ചെയ്തുകൊണ്ട് എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം, അതിന് ശക്തിയില്ല. വേറൊന്ന് പേടിച്ചിട്ട് ഓക്കെ, അതും ഒരു മോട്ടിവേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ നീ പേരും പെരുമൊക്കെ അപ്രൂവലൊക്കെ കിട്ടുക, അത് മറ്റുള്ളവരെ കൊണ്ട് നല്ല പറയിപ്പിക്കുക. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തില്ലേ, സ്വധർമ്മ. അത് നമ്മുടെ ഡയറക്ഷൻ തെറ്റാ, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ തീരുമാനിച്ച തീരുമാനം തെറ്റാ. ഇങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്താണ്ടാവുക വെച്ചാൽ അത് നമ്മൾ തെറ്റായ സ്ഥലത്തേക്ക് വേഗത്തിൽ പോണ അവസ്ഥ വരും. അതുകൊണ്ട് എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കണം. ഫസ്റ്റ് എനിക്കെന്താ വേണ്ടത്, പിന്നെ ഇത് എന്തുകൊണ്ടാണ് വേണ്ടത്, ഓക്കെ. അതിനുശേഷം അതിനു വേണ്ടി ഇന്ന് ഞാൻ എന്ത് ചെയ്യും, ഇതാണ് എൻ്റെ ക്രമം, ക്രോണോളജി. പേഴ്സണൽ മെൻറ്ററിങ്ങിൽ ഇതാണ് ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നത്. ഒരു മനുഷ്യൻ പറയാണ് എനിക്ക് വലിയ ബിസിനസ് വേണം, അങ്ങനെ അത് മാത്രം കേട്ടിട്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. എത്ര വലിയ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കേണ്ടി വരും, എന്തിനാണെന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സുകാരനാവാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് നിങ്ങളെ തടയുന്നതെന്ന് കണ്ടെത്തേണ്ടി വരും. അതായത് ഹാബിച്വൽ പാറ്റേൺസ് എന്താണെന്നുള്ളത് വിലയിരുത്തേണ്ടി വരും. പിന്നെ ആ വലിയ ലക്ഷ്യത്തെ അയാളുടെ ഓരോ ദിവസത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന സിസ്റ്റമാക്കി മാറ്റും. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റുന്നത് വലിയ ഗോൾ എഴുതിയ ഒരു ദിവസം അല്ല, ആ ഗോളിനോട് അലൈൻഡായ ചെറിയ പ്രവർത്തികൾ ആവർത്തിച്ച 100 കണക്കിന് കോമ്പൗണ്ടഡ് ആയിട്ടുള്ള ദിവസങ്ങളാണ്. ഇവിടെയാണ് ശരിയായ മെൻറ്ററിങ് നമ്മുടെ സമയം ഒരുപാട് ലാഭിച്ച് തരുന്നത്. അതായത് നമ്മളിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ചെയ്ത് നോക്കി കുറേ കഴിയുമ്പോഴേ മനസ്സിലാവും അതെനിക്ക് വേണ്ടതല്ല. അത് ട്രയൽ ആൻഡ് എറർ കുറക്കും. റോങ് ഡയറക്ഷനിലാണ് പോകണമെന്ന് നമ്മൾ നേരത്തെ തിരിച്ചറിയും. പിന്നെ നമ്മൾ അറിവ് അതിന് ഡെയിലി ട്രെയിനിങ് ആക്കുക. വെറുതെ അറിവ് നമ്മുടെ തലയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉപകാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അതിൽ ഇന്ന് നമ്മൾ കിടക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പിന്നെ ഈ വാചകം ഒന്ന് പൂർത്തിയാക്കണം. അതായത് ഇപ്പോൾ നാളെ ഞാൻ ഇന്ന കാര്യം ചെയ്താൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നാളെ രാവിലെ കോഫി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി 10 മിനിറ്റ് ഞാൻ ചെയ്യും. അത് ഏതാ പ്രധാനപ്പെട്ട ജോലി എന്നുള്ളത് നിങ്ങൾ നിശ്ചയിക്കണം. അതായത് സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇത് കണക്ട് ചെയ്യണം. ഇത്ര മാത്രം ചെയ്താൽ നമ്മുടെ ബ്രെയിനിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മളൊരു വലിയ ജീവിതമാണ്, അതിനൊരു ചെറിയ ട്രിഗറിലേക്ക് കൊണ്ടുവരണം. കാരണം അത് നമ്മുടെ സങ്കല്പം പ്രവൃത്തിയാക്കി മാറ്റാതെ, നമ്മളങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, പ്രവൃത്തിയാക്കി മാറ്റാത്തിടത്തോളം കാലം അതിൻ്റെ പേര് വെറും ആഗ്രഹം എന്ന് മാത്രം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ മുഴുവൻ സീരീസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണ അത് നമ്മൾ തിരുത്താൻ പോവുകയാണ്. അത് പീക്ക് പെർഫോമൻസ് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ കൂടുതൽ അച്ചടക്കം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ നേടുക എന്നതാണോ? അങ്ങനെയാണെങ്കിൽ വലിയ വിജയം നേടിയിട്ടും തകർന്നു പോയ മനുഷ്യന്മാരില്ലേ, അവരെ നമ്മൾ എങ്ങനെ വിശദീകരിക്കും? ശ്രദ്ധിക്കേണ്ട കാര്യമില്ലേ? ഇത് പുരാതനമായ ജ്ഞാന പാരമ്പര്യത്തിലൊരു പ്രശസ്തമായൊരു പദം ഉണ്ട്. അതിനെ നമുക്ക് മറ്റൊരു കണ്ണിലൂടെ കാണാം. അതായത് യോഗ എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് എന്ന നിലയിലല്ല, ഒരു മതചടങ്ങായുമല്ല. ഇതിന് നമുക്ക് പഴയ ഒരു അടിസ്ഥാന ആശയമുണ്ട്, ഇൻ്റഗ്രേഷൻ. അതായത് ബ്രെയിൻ ഒരു ദിശയിൽ പോവാണ്, ബോഡി വേറെ ദിശയിൽ പോവാണ്, നമ്മുടെ വികാരങ്ങൾ മറ്റൊരു ദിശയിൽ പോവാണ്, ലക്ഷ്യം വേറെ ദിശയിൽ പോവാണ്. ഇതൊക്കെ കൂടെ ആകുമ്പോൾ മനുഷ്യൻ്റെ പവർ ചിതറാണ്. ഇതിനെല്ലാം ഒരേ ദിശയിൽ കൊണ്ടുവരിക, അതാണ് യൂണിയൻ, ഇൻ്റഗ്രേഷൻ. അടുത്ത എപ്പിസോഡിൽ പീക്ക് പെർഫോമൻസിലെ വിത്തൗട്ട് സെൽഫ് ഡിസ്ട്രക്ഷൻ, അതായത് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക്, അതായത് വിജയം ചില ആൾക്കാർ നശിപ്പിച്ചിട്ടുണ്ടല്ലേ, ആ തലത്തിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം.